നമസ്കാരം. ആഗോള ശക്തി രാഷ്ട്രീയത്തിന്റെ നടുവിൽ ഇന്ത്യ ഇന്നൊരു ദ്വന്ദ്വ വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. ഒരു വശത്ത് അമേരിക്കൻ ഉപരോധങ്ങളുടെ പേരിൽ ലോകത്തെ നിയന്ത്രിക്കാനായി ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകിയ നയതന്ത്ര അഹങ്കാരത്തിന്റെ തീരുവ ഭീഷണി, മറുവശത്ത് സ്വന്തം ജനതയുടെ ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കേണ്ട ഇന്ത്യയുടെ ദേശീയ ബാധ്യത. റഷ്യക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ യഥാർത്ഥത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്തുന്നതിലുപരി ലോക വിപണിയെ അസ്ഥിരമാക്കിയതും എണ്ണവിലയുടെ രാഷ്ട്രീയം കൂടുതൽ ക്രൂരമാക്കിയതുമാണ്. എന്നാൽ ഈ രാഷ്ട്രീയ കളിയുടെ നടുവിലും ഇന്ത്യ മുട്ടുകുത്തിയിരുന്നു. ഇന്ത്യയുടെ 90% എണ്ണ ആവശ്യകത ഇറക്കുമതിയിലാണ് ആശ്രയിക്കുന്നതെന്ന സത്യം മറന്നുകൊണ്ട് നീതിപാഠം പറയുന്ന വാഷിംഗ്ടണിന്റെ ഭാഷ വികസന രാജ്യങ്ങളുടെ വേദനയെ പൂർണ്ണമായി അവഗണിക്കുന്നതായി. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി തുടരുന്നത് ഉറപ്പാക്കാൻ അമേരിക്കയുടെ ഉപരോധങ്ങൾ മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് റഷ്യ. റഷ്യൻ ക്രൂഡ് ഓയിൽ ഏറ്റവും അധികം വാങ്ങുന്ന ലോകത്തെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയേക്കാൾ ഇതിന് വിലയും കുറവാണ്. യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യമായി മാറി. പാശ്ചാത്യ ഉപരോധങ്ങളുടെ ആഘാതം കാരണം ഇത് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. യുക്രൈനെതിരെ നടത്തുന്ന യുദ്ധത്തിന് ഇന്ത്യ റഷ്യക്ക് ധനസഹായം നൽകിയെന്നാരോപിച്ച് റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ നിർബന്ധിക്കാൻ ശ്രമിച്ച സാഹചര്യത്തിൽ US ഇന്ത്യ ബന്ധം സമീപകാലത്ത് വഷളായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിയതിന് US-ലേക്കുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്തി ട്രംപ് ഇന്ത്യയെ വിമർശിച്ചു. എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഒരു പരമാധികാര പ്രശ്നമാണെന്നും ഇന്ത്യയുടെ ഊർജ്ജ നയത്തിൽ മൂന്നാമതൊരു രാജ്യത്തിന്റെ നിർദ്ദേശം സ്വീകാര്യമല്ല എന്നും വാദിച്ചുകൊണ്ട് ഇന്ത്യ പിന്മാറാൻ വിസമ്മതിക്കുകയായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ അതിനുശേഷം ഒരു തീരുമാനത്തിലെത്തുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു. കഴിഞ്ഞയാഴ്ച ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ വീണ്ടും ഭീഷണി മുഴക്കിയിരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലിനെതിരെ 500% തീരുവ ചുമത്തുമെന്നും ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള നിരവധി ആഗോള സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിലേക്കുള്ള വില കുറഞ്ഞ റഷ്യൻ എണ്ണയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ഏറ്റവും പുതിയ US ഉപരോധങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇത്തരമൊരു സാഹചര്യത്തിൽ റഷ്യ തന്റെ വിതരണ ശൃംഖല പുനഃക്രമീകരിക്കുകയും പുതിയ എണ്ണ കയറ്റുമതി കമ്പനികളെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത് യാദൃച്ഛികമല്ല. ഡിസംബർ മാസത്തോടെ തന്നെ നിരവധി പുതിയ റഷ്യൻ കയറ്റുമതിക്കാർ വിപണിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന കയറ്റുമതി ഡാറ്റ ഉപരോധങ്ങൾക്കപ്പുറം റഷ്യയും അതിന്റെ പങ്കാളികളും പുതിയ വഴികൾ കണ്ടെത്തിയെന്നതിന്റെ തെളിവാണ്. കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന റഷ്യൻ ക്രൂഡ് ഇന്ത്യക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാമ്പത്തിക യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇന്ത്യ ഒരു നിയമലംഘകനല്ല, മറിച്ച് സ്വന്തം ജനതയുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്ത രാഷ്ട്രമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയം ഈ ഘട്ടത്തിൽ അസാധാരണമായ മുന്നൊരുക്കം പ്രകടിപ്പിച്ചു. ഇന്ത്യയെ ഒരു ശക്തിയുടെ ഉപഗ്രഹമായി മാറ്റാൻ ട്രംപ് ശ്രമിച്ചപ്പോൾ മോദി ഇന്ത്യയെ സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ആഗോള ശക്തിയായി ഉയർത്തി. ഇന്ത്യ ആദ്യമെന്ന നിലപാട് അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങാതെ ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക താല്പര്യങ്ങളും മുൻനിർത്തിയാണ് മുന്നോട്ട് പോയത്. ട്രംപിന്റെ ഉപരോധ രാഷ്ട്രീയത്തിന് മുന്നിൽ മോദിയുടെ ഇന്ത്യ തല കുനിയാതെ നിന്നതിന്റെ ശക്തമായ തുടക്കമാണ് ഈ കഥ. നവംബർ അവസാനം മുതൽ റഷ്യയിലെ ഏറ്റവും വലിയ 2 എണ്ണ കയറ്റുമതിക്കാരും ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ വിൽക്കുന്നവരുമായ റോസ്നെഫ്റ്റിൽ നിന്നും ലൂക്കോയിലിൽ നിന്നും എണ്ണ വാങ്ങിയ കമ്പനികളെയോ റിഫൈനറികളെയോ ലക്ഷ്യമിട്ട് അമേരിക്ക ഉപരോധങ്ങൾ കൊണ്ടുവന്നു. റോസ്നെഫ്റ്റിൽ നിന്നും ലൂക്കോയിലിൽ നിന്നും പ്രതിദിനം വാങ്ങിയിരുന്ന ശരാശരി 1.7 മില്യൺ ബാരൽ എണ്ണയിൽ നിന്ന് ഡിസംബറിൽ ഏകദേശം 1.2 മില്യൺ ബാരലായി ഇന്ത്യ കുറച്ചിരുന്നു. റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയുടെ 1/3 ഇതിലൂടെ കുറഞ്ഞത്. ഉപരോധങ്ങൾക്ക് ശേഷവും ഇന്ത്യയിലെ ഏറ്റവും വലിയ 7 എണ്ണ ശുദ്ധീകരണശാലകളിൽ 4 ഇപ്പോഴും പ്രധാനമായും പ്രവർത്തിക്കുന്നത് റഷ്യൻ എണ്ണയിലാണ് എന്നതാണ് വാസ്തവം. ഈ വിഷയം എണ്ണ വ്യാപാരത്തെ കുറിച്ചുള്ളത് മാത്രമല്ല, ആഗോള അധികാര കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യുന്ന ഇന്ത്യയുടെ ഉയർച്ചയെ കുറിച്ചാണ്. ട്രംപിന്റെ ഉപരോധ അഹങ്കാരത്തിന് മുന്നിൽ തലകുനിയാതെ സ്വന്തം ജനതയുടെ ഭാവി മുൻനിർത്തി മുന്നോട്ടു പോകുന്ന ഇന്ത്യ, അതിന്റെ ശബ്ദം ഇന്ന് ലോകം കേൾക്കാൻ നിർബന്ധിതമാകും. ഇതാണ് മോദിയുടെ ഇന്ത്യ, സ്വതന്ത്രം, ശക്തം, ഭയമില്ലാത്തത്.